എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പെൻഷൻ എല്ലാവർക്കും 3200 അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. നാളെയും പല ആളുകൾക്കും പെൻഷൻ ലഭിക്കും. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് നമ്മൾ ഇന്നലേക്ക് നേരിട്ടത്. പെൻഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ട് അത് അന്നുണ്ടായില്ല. 4ാം ശനിയാഴ്ച ആയിരുന്നു. എന്തായാലും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആ ഒരു വിതരണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതാണ് തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി തുക എത്തിത്തുടങ്ങും എന്ന്. എന്നാലും എല്ലാവർക്കും ഒന്നും തുക എത്തിയില്ല. ചില ആളുകൾക്ക് 1600 മാത്രം, ചില ആളുകൾക്ക് 3200, അതായത് 1600 രണ്ട് ഗഡുക്കളൊക്കെ തിങ്കളാഴ്ച തന്നെ ലഭിച്ചു. പക്ഷേ ചില ആളുകൾക്ക് 1600 മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നും 1600 വീണ്ടും എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ 3200 ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. പക്ഷേ സംസ്ഥാനത്തെ മൊത്തം പെൻഷൻ ലഭിക്കുന്ന 66 ലക്ഷത്തോളം ആളുകളിൽ ചില ആളുകൾക്ക് ഈ മാസത്തെ പെൻഷൻ, അതായത് ഓഗസ്റ്റ് മാസത്തെ പെൻഷനോ മാത്രമാണുള്ളത്. കുടിശ്ശിക പെൻഷൻ ലഭിക്കില്ല. അതായത് അവർക്ക് 1600 മാത്രമാണ് ഉണ്ടാകുക, 3200 ലഭിക്കില്ല. കാരണം കുടിശ്ശിക പെൻഷൻ 49,90,000 ആളുകൾക്കും ബാക്കി ഈ മാസത്തെ പെൻഷൻ 50,20,000-ലധികം ആളുകൾക്കുമാണുള്ളത്. അതായത് 30,000 ആളുകളെ ഒരു വ്യത്യാസം ഈ ഒരു കണക്കിലുണ്ട്. 30,000-ഓളം ആളുകൾക്ക് 1600 മാത്രമാണ് ലഭിക്കുക. കുടിശ്ശിക 1600 അവർക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കുറവുണ്ട്. പിന്നെ NSAP വഴി വിതരണം ചെയ്യുന്ന കേന്ദ്ര വിഹിതം, അതിനു വേണ്ടിയിട്ട് 48 കോടി രൂപ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രം നൽകേണ്ട തുകയാണ്. കേന്ദ്രം ആ ഒരു തുക കുറച്ചു കാലമായിട്ട് തരാത്തത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരാണ് ആ ഒരു തുകയും അനുവദിച്ച് വിതരണം ചെയ്യുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിന് അത് വിതരണം ചെയ്യാനുള്ള അവകാശമില്ലാത്തത് കൊണ്ട് തന്നെ സംസ്ഥാനത്തെ 8 ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഒരു കുറവുണ്ടാകുക. അതായത് 1000 രൂപ, 600 രൂപ, 400 രൂപ ഇതിന്റെ ഒരു വിതരണം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ അതും അക്കൗണ്ടുകളിലേക്ക് കയറും. ഓണത്തിന് മുമ്പ് ആ ഒരു തുക കൂടി നാഷണൽ ഫിനാൻസ് സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി ലഭിക്കുന്നതാണ്, കേന്ദ്ര വിഹിതമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ 1400, അതുപോലെ തന്നെ 1300, ഇതൊക്കെ 2 പ്രാവശ്യമായിട്ടും 2300 അല്ലെങ്കിൽ 2400 ഒക്കെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കിയുള്ള ആ ഒരു തുക കൂടി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഉടനെ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ കയ്യിലാണ് പെൻഷൻ വിതരണം കാത്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. അതായത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം ആ ഒരു പണം എത്തേണ്ടതുണ്ട്. അത് ഇന്നെത്തും. ഇന്ന് ആ വൈകുന്നേരത്തോടു കൂടി കാണുന്ന ആളുകൾക്കൊക്കെ ആ ഒരു തുക വിതരണക്കാർ വിതരണം ചെയ്തു തുടങ്ങും. നാളെ മുതൽ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകും. 30-ാം തീയതി മുതൽ 2-3 ദിവസങ്ങളിലെ 2-ാം തീയതി ആകുമ്പോഴേക്കും എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കണമെന്നാണ് നമ്മുടെ ഉത്തരവിൽ ഉള്ളത്. അത് പ്രകാരം തന്നെ അതിന്റെ വിതരണവും പൂർത്തീകരിക്കുന്നതാണ്. അപ്പൊ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട്. ഇന്ന് ഒരു 1600 മാത്രം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇന്ന് ബാക്കി കിട്ടിയിട്ടില്ലെങ്കിൽ നാളെയും പ്രതീക്ഷിക്കാം. നാളെയും അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. ഇനി അത് നാളെ കൂടി കാത്തിരുന്നിട്ട് ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ സേവന വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ച് നിങ്ങളുടെ തുക കൈമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.